മേജർ സിംറ്റംസ് ഒന്നുമില്ല. അത് ഈ സിനിമയിൽ കാണുന്ന പോലെ എല്ലാവരും ഛർദിയായിട്ടൊന്നും വരില്ല. ആൻഡ് ചിലപ്പോൾ ഒന്നുമില്ല. അത് ആദ്യത്തെ സിംറ്റമിൽ ആകെ 2 ലൈൻ കാണും. ആ പ്രഗ്നൻസി കിറ്റ് നോക്കിയാൽ 2 ലൈൻ കാണും. അത് മാത്രമാണ് ആദ്യത്തെ സിംറ്റം. ആദ്യത്തെ ഒരാഴ്ച എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പണി കിട്ടും. ഒരു 70% ആളുകൾക്കും ഓക്കാനം വരും, ചിലർക്ക് ഛർദി വരും. ഇതൊക്കെയാണ് ബേസിക്കലി സിംറ്റംസ്. നമുക്ക് ചില ഫുഡിനോട് ദേഷ്യം വരും. പണ്ട് കഴിച്ചിരുന്ന സാമ്പാറും പണ്ട് കഴിച്ചിരുന്ന വറുത്ത മീനും നമുക്ക് വേണ്ടാന്ന് തോന്നും. അപ്പൊ അതൊക്കെ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ആണ്. പക്ഷെ അതില്ലാത്തവരും സുഖമായി പ്രസവിക്കുന്നവരുണ്ട്. ഈ സിനിമയിൽ കാണുന്ന പോലെ ഛർദ്ദിക്കുന്നവർ മുഴുവൻ പ്രഗ്നന്റ് അല്ല. പ്രഗ്നന്റ് ആയവർക്ക് മുഴുവൻ ഛർദി വേണമെന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 സന്തോഷമായിട്ടിരിക്കുക. ബിക്കോസ് സന്തോഷം ഇല്ലാത്തവർക്ക് പ്രഗ്നൻസിക്ക് പ്രശ്നങ്ങൾ വരും. കുട്ടിയുടെ ബുദ്ധി വരെ പ്രശ്നമാവും. ഇതെന്താണ് ശരി, ആ ട്യൂബാണോ ഈ യൂട്യൂബാണോ ശരി, ഈ യൂട്യൂബാണോ ശരി എന്ന് നോക്കിയിരുന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അതാണ് കുട്ടിയുടെ ബ്രെയിനിനെ ബാധിക്കുക. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. നമ്പർ 1, ഫോളിക് ആസിഡ് 5 മില്ലിഗ്രാം എപ്പോഴും കഴിച്ചിരിക്കും. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. ബിക്കോസ് അതിൽ പലപ്പോഴും ഞാൻ കാണുന്നത് തൈറോയിഡിന്റെ കുറവ് കാരണം പേഷ്യൻസിന് അലസൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതി കൊടുത്താൽ തന്നെ ആ റിസൾട്ട് കൊണ്ടുവരുന്നത് പിന്നെ എപ്പോഴെങ്കിലും ആവും. ആ സമയം കൊണ്ട് അവർ ബ്ലീഡിങ് ആയിട്ട് വരും. അപ്പൊ തൈറോയിഡ് വന്ന വഴി ഞങ്ങൾ എല്ലാ ബ്ലഡ് ടെസ്റ്റിന്റെ ഒപ്പം തൈറോയിഡിന്റെ ലെവൽ നോക്കും. അത് കുറവാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കും. അപ്പൊ ആ പ്രഗ്നൻസി അലസാതിരിക്കും നമ്പർ 1. നമ്പർ 2, ഉണ്ടാവുന്ന കുട്ടിക്ക് ബുദ്ധി കുറവുണ്ടാവാതെ. അപ്പൊ പ്രഗ്നൻസി ആദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, കുട്ടി യൂട്രസിന്റെ ഉള്ളിലാണോ കുട്ടി യൂട്രസിന്റെ പുറത്താണോ എന്ന് അറിയാനായിട്ട് സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം ഡയറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വേണ്ട. സത്യം പറഞ്ഞ കുട്ടിയുടെ വളർച്ച 3 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുന്നു. ആദ്യത്തെ 3 മാസം കുട്ടിക്ക് ആവശ്യമുള്ള കാലറീസ് ഗർഭമില്ലാത്തപ്പോ അമ്മയ്ക്ക് ആവശ്യമുള്ള കാലറീസിനേക്കാളും കാര്യമായിട്ടുള്ള മാറ്റം വരുന്നില്ല. അപ്പൊ ഈ ആദ്യത്തെ 3 മാസം കുട്ടിക്കും കൂടി വേണ്ടി കഴിക്കൂ എന്നുള്ള ആ ഒരു കിംവദന്തി ഫസ്റ്റ് 3 മാസത്തിലില്ല. ബിക്കോസ് അത്രയ്ക്ക് വലിപ്പം ഇല്ല കുട്ടിക്ക്. അപ്പൊ ആദ്യത്തെ 3 മാസം ആ ഗർഭിണി ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് പറയും. എന്താ വെച്ചാൽ ആദ്യത്തെ 3 മാസം ഛർദി ഉണ്ടാവൂലോ. അപ്പൊ അത് കാരണം ആദ്യത്തെ 3 മാസം ഫുഡിന്റെ അളവ് കാര്യമായിട്ട് കൂട്ടേണ്ടതില്ല. പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഓക്കാനം കാരണോ വിശപ്പില്ലായ്മ കാരണോ ഉണ്ടെങ്കിൽ പലവട്ടമായിട്ട് കുറേശ്ശെ കുറേശ്ശെ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡ് കഴിക്കുക. അതെല്ലാം നന്നായിരിക്കും. പലവട്ടം നമ്മളിപ്പോ ഛർദി ഉള്ള ആളുകളാണെങ്കിൽ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ രാത്രി ഫുൾ നമ്മൾ ഒന്നും കഴിക്കാതിരിക്കുന്നത്. കിടക്കാറാവുമ്പോൾ എന്തെങ്കിലും കഴിച്ചു കിടക്കുക. രാവിലെ എണീറ്റ വഴി എന്തെങ്കിലും കഴിക്കുക. എന്താ വെച്ചാൽ 12 മണിക്കൂർ ഡയറ്റിംഗ് അല്ലേ. അപ്പൊ അത് പിന്നെ 9 മണിക്ക് ഭക്ഷണം കഴിക്കുള്ളൂ രാവിലെ, രാത്രി 9 മണി കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല എന്ന് പറയുമ്പോൾ 12 hours ഗ്യാപ്പ് വരുന്നത്. ആ ഗ്യാപ്പിനെ കുറയ്ക്കാൻ നോക്കുക. അപ്പൊ എന്തെങ്കിലും സോളിഡ് ആയിട്ട് ആ സമയത്ത് കഴിക്കുക. അതെല്ലാം നമുക്ക് ഛർദി ഉണ്ടാവാതിരിക്കാൻ ആദ്യത്തെ 3 മാസം നന്നായിരിക്കും. അതേപോലെ പലർക്കും വയറുവേദന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അടിവയറിലല്ല വേദന, മുകളിലത്തെ വയറിലാണെങ്കിൽ അത് പലപ്പോഴും ഗ്യാസ് കാരണമാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അടിവയറിലത്തെ വേദനയാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ, ട്യൂബിലെ ഗർഭമുണ്ടോ എന്നൊക്കെ നമുക്ക് പേടിയുണ്ടാവും. പക്ഷെ മുകളിലത്തെ വയറാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 3 മാസം ഈ യൂട്രസ് മുന്നിൽ നമുക്ക് അടിയിലെ മുടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിന്റെ പിന്നിൽ വരെ എത്തുന്നുണ്ട് ആദ്യത്തെ 3 മാസം. അപ്പൊ വേദന വരുന്നതൊക്കെ മുകളിലാണെങ്കിൽ എന്തായാലും ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതല്ലല്ലോ. വേദന വരുന്നത് അടിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സ്കാനൊക്കെ ചെയ്തിട്ട് എവിടുന്നാ വരുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രഗ്നൻസിയിലെ ഡയറ്റ് എന്ന് പറയുന്നത് മാസങ്ങൾക്ക് അനുസരിച്ചിരിക്കും. ആദ്യത്തെ 3 മാസം നമുക്ക് പ്രത്യേകിച്ച് കലറി കൂടുതലൊന്നും ആവശ്യമില്ല. പക്ഷെ ഛർദിയെ ചെറുത്ത് നിൽക്കാനായിട്ട് പലവട്ടമായിട്ട് ഒന്നിലോ കഞ്ഞി നമ്മൾ സൂപ്പാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളത്തിൽ കുറച്ച് നല്ലോണം പഞ്ചസാര ഇട്ടിട്ട് പലവട്ടമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് നമ്മൾ പലവട്ടമായിട്ട് കഴിക്കുക. അപ്പൊ ആ ഡോക്ടറെ അവള് ഫ്രൂട്ട് ഒന്നും കഴിക്കണില്ല, അവള് നട്ടൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ അവലാതി പറഞ്ഞ് വരേണ്ട കാര്യമില്ല ആദ്യത്തെ 3 മാസം. പക്ഷെ ഫോളിക് ആസിഡ് നല്ലോണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ 3 മാസം ഛർദിയെ മാറ്റി നിർത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. 3 മാസം കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ച തുടങ്ങി. അപ്പൊ നമ്മൾക്ക് കുട്ടിക്ക് വേണ്ട പ്രോട്ടീനും നമുക്ക് വേണ്ട പ്രോട്ടീനും വേണം. അതിന് നമ്മൾ ഒന്നിലോ മുട്ട നല്ലോണം കഴിക്കണം, അല്ലെങ്കിൽ ഫിഷ് നല്ലോണം കഴിക്കണം, അല്ലെങ്കിൽ ചിക്കൻ നല്ലോണം കഴിക്കണം. അത് മുട്ട നാടൻ മുട്ടയായാലും ലെഗോൺ മുട്ടയായാലും ഏത് മുട്ടയായാലും കുഴപ്പമില്ല. ഫിഷ് നമ്മൾ മെർക്കുറി അധികമുള്ള ഫിഷ് കഴിക്കരുത്. അതല്ലാത്ത ചെറിയ ചെറിയ മീനുകളൊക്കെ
ഒരു കുഴപ്പമില്ല. മാംസങ്ങളും ചിക്കനും എല്ലാം നല്ലതാണ്. പ്രോട്ടീൻ കഴിക്കാൻ പറ്റാത്ത വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റബിൾ ഒറിജിൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഈ കടലമിഠായി ഒന്നും നമുക്ക് മതിയാവില്ല എത്രയായാലും. അപ്പൊ പ്രോട്ടീൻ പൊടി അഡീഷണൽ സപ്ലിമെന്റ് ആയിട്ട് വെജിറ്റേറിയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്ലിമെന്റേഷൻ വേണം 3 മാസം കഴിഞ്ഞാൽ. ഉപ്പ് കൂടുതൽ കഴിച്ചാൽ പ്രഷർ വരുന്ന ഒരു അവസ്ഥയൊന്നും ഗർഭസമയത്തെ പ്രഷറിന് ഇല്ല. എന്താ വെച്ചാൽ ആ പ്രഷർ വരുന്നത് പ്ലസന്റയിൽ നിന്നാണ്. അതേപോലെ മധുരം ഒരുപാട് കഴിച്ചാൽ പ്രമേഹം വരുന്ന അവസ്ഥയും ഗർഭസമയത്തില്ല. എന്താ വെച്ചാൽ അത് പ്രസവ സമയത്ത് മാത്രം വരുന്ന ഡയബറ്റീസ് ആണ്. കുട്ടിക്ക് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ കഴിക്കാതിരിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. അപ്പോ പ്രോട്ടീൻ അധികം വേണം എന്നുള്ളത് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. ഗർഭം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും പ്രോട്ടീൻ കഴിക്കണം. നമ്മുടെ കുട്ടി ഇങ്ങനെ വലുതായി വലുതായി വരുമ്പോൾ കുട്ടിക്കും ആമാശയത്തിനും രണ്ടിനും കൂടി സ്ഥലം ഇല്ലാണ്ടാവും. അപ്പൊ ആമാശയം മുകളിലേക്ക് തള്ളി പോകുമ്പോൾ നമുക്ക് എരിച്ചിൽ വരും. അപ്പൊ എരിച്ചിൽ കുറയ്ക്കുന്ന മസാല കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക. വയറ്റിന്ന് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല, മുന്തിരിങ്ങ, ചൂടുവെള്ളം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് പോകും. എന്നുവെച്ചാൽ ശരീരത്തിൽ ഹോർമോൺസ് ഉള്ളത് കാരണം, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉള്ളത് കാരണമാണ് ഈ വയറ്റിന്ന് പോവാതിരിക്കുന്നത്. അപ്പൊ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഈ ഇലക്കറികളും എല്ലാം നല്ലോണം കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ അച്ചാറുകള്, ഭയങ്കര പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ വയറ് ഭയങ്കരമായിട്ട് എരിച്ചിൽ വരും. എന്താ വെച്ചാൽ ആമാശയം മുകളിൽ പൊന്തി പോകുന്നത് കാരണം. അതായത് ഒരു 6-7 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരിക. ആദ്യത്തെ 3 മാസം ഛർദി കാരണം ഗ്യാസ് വരും. അപ്പോഴും നമ്മൾ ഈ പുളിയുള്ളതൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ കഴിക്കാം. പക്ഷെ ഒരുപാട് അച്ചാറ് കഴിക്കുന്ന ഒരു പ്രവണത ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കഴിക്കാം. പ്രമേഹമുള്ളവർ അത് ഓബ്വിയസ് ആണ്, നമ്മൾ ഭക്ഷണങ്ങളിൽ പഞ്ചസാര നിർത്തേണ്ടി വരും. ഗർഭസമയത്തിനുള്ള പ്രഷറിന് ഉപ്പ് കുറയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ആദ്യമേ ഉള്ള പ്രഷർ ആണെങ്കിൽ, എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ഉപ്പ് കുറയ്ക്കേണ്ടി വരും. ഗർഭസമയത്ത് വരുന്ന പ്രഷർ പ്ലസന്റയിൽ നിന്നാണ് വരുന്നത്. അതിന് ഉപ്പിന് മാറ്റം വരുത്തേണ്ടതില്ല. ഗർഭസമയത്ത് അല്ലാത്ത പ്രഷറുകൾ, അഡൽട്ട് ഓൺസെറ്റ് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പ്രഷർ കിഡ്നിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കിഡ്നിയിലാണ് ഈ ഉപ്പൊക്കെ ഫിൽട്ടർ ചെയ്യുന്നത്. അത് കാരണം അങ്ങനത്തെ പേഷ്യൻസിന് സോൾട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. അത് ഉപ്പിനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രവണത പലരും ഈ പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ പറയാറുണ്ട്. പക്ഷെ ഗർഭസമയത്ത് വരുന്ന പ്രഷറിന് അത് ബാധകമല്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് പൊതുവെ ഒരു ഹാപ്പി സമയമാണ്. പക്ഷെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കണം. ബിക്കോസ് ആ യൂട്രസ് നമ്മുടെ പിന്നിൽ 2 വലിയ രക്തക്കുഴലുകളുണ്ട്, അതിന്റെ മുകളിലേക്ക് പോയിട്ട് ഇരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇത് കൂടെ രക്തോട്ടം കുറയും. പക്ഷെ അത് നോർമലായിട്ട് എല്ലാവരും ചെരിഞ്ഞിട്ടല്ലേ കിടക്കുക. ആരെങ്കിലും കണ്ടുണ്ടോ മരുന്ന് കിടക്കുന്നത്? അപ്പൊ അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ ചെരിഞ്ഞു കിടക്കുന്നതാണ് അഭികാമ്യം. പ്രോട്ടീൻ വേണം. പിന്നെ പലപ്പോഴും ഈ വയറിങ്ങിലേക്ക് ഇങ്ങനെ ഇത് കയറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പലർക്ക് ബാക്ക് പെയിൻ വരും. അപ്പൊ ബാക്കിനോട് സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസുകളൊക്കെ നമ്മൾ നോക്കണം. തേർഡ് ട്രൈമസ്റ്റർ ആവുമ്പോൾ നമ്മൾ നമ്മുടെ നിപ്പിള് നോക്കണം. പല പേഷ്യൻസിന്റെ നിപ്പിള് ചെറുതാണ്. അപ്പൊ തേർഡ് ട്രൈമസ്റ്ററിൽ നിപ്പിൾ ചെറുതായി കണ്ടു കഴിഞ്ഞാൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ആമസോണിലൊക്കെ നിപ്പിൾ എക്സ്ട്രാക്ടേഴ്സ് കിട്ടും. അത് വെച്ചിട്ട് നിപ്പിൾ പുറത്തേക്ക് എടുക്കാൻ നോക്കണം. പിന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രഷർ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണണം. അയേൺ, കാൽഷ്യം, പ്രോട്ടീൻ ഈ മരുന്നുകൾ കഴിക്കണം. ഉറക്കം ഇല്ലെങ്കിൽ, ഉറക്കം പലവർക്കും പ്രഗ്നൻസി അവസാനിക്കുന്ന സമയത്ത് ഉറക്കം കുറയും. ഡോക്ടറെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയല്ല. ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ മുഴുവൻ ക്ഷീണം വരും. ക്ഷീണം മുഴുവൻ വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയെ ബാധിക്കും. അത് കാരണം പിൽക്കാലത്ത് ഉറക്കമില്ലെങ്കിൽ അതിന് മരുന്ന് കഴിച്ചിട്ട് അത് മാറ്റുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം, ചൊറി പലപ്പോഴും 3-ാമത്തെ ട്രൈമസ്റ്റർ, സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ കാണും. അങ്ങനെ ചൊറി കാണുന്നത് മറ്റുള്ളവർക്ക് മേല് മുഴുവൻ ചൊറി, ഞാൻ ഗുപ്ത ഭാഗത്തിലത്തെ ചൊറിയല്ല പറയുന്നത്, മേല് മുഴുവൻ കാണുന്ന ചൊറി പലപ്പോഴും ഈ ലിവറിന്റെ ഉള്ളിൽ കൂടെ ഹോർമോൺ കുറയുന്നവർക്കാണ് അത് വരും. അങ്ങനത്തെവർക്ക് അത് കുട്ടി അത് ബാധിക്കുന്ന ഒരു സാധനം അത് ആണ്. അതിന് മരുന്ന് കഴിക്കുന്നതാണ് നല്ലത്. അതിന് യു ഡി ലീവ്, അങ്ങനെ ഡിയോക്സി പോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അപ്പോ ഈ പിത്തസഞ്ചിയിൽ നിന്ന് വരുന്ന ബൈലിന്റെ ഫ്ലോ കൂട്ടാനുള്ള മരുന്നാണത്. അപ്പൊ അത് കൂട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നം വരില്ല. പക്ഷെ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രഷർ നോക്കണം, ഷുഗർ നോക്കണം. തൈറോയിഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൈറോയിഡ് നോക്കണം. ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. അത് ഗർഭിണികളും ഗർഭിണി അല്ലാത്തവർ എല്ലാവരും ഫ്ലൂ വാക്സിൻ എടുക്കേണ്ടതാണ്.
പക്ഷെ ഗർഭിണികൾക്ക് പനി വന്നാൽ അത് കുട്ടിയും കൂടി ബാധിക്കുന്നത് കാരണം ഗർഭസമയത്ത് 5 മാസം കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഫ്ലൂ വാക്സിൻ എടുക്കണം. പിന്നെ പണ്ട് ഉണ്ടായിരുന്ന പോലെ നമ്മൾ 2 TT മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഇപ്പൊ ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു TT ഗർഭസമയത്ത് എപ്പോഴെങ്കിലും എടുത്താലും രണ്ടാമത്തെ TTക്ക് പകരം TDAP എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതില് 90-ാം ചുമ അല്ലെങ്കിൽ വൂപ്പിംഗ് കഫിനുള്ള ഒരു പ്രതിരോധമായിട്ടുള്ള ഒരു വാക്സിനും കൂടിയുണ്ട്. അത് 28 ആഴ്ച കഴിഞ്ഞാൽ എടുക്കണം. പിന്നെ ഷുഗർ നോക്കലുണ്ട്. അത് ഗർഭം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരു തവണ ഷുഗർ നോക്കണം. 6 മാസം കഴിഞ്ഞാൽ 75 ഗ്രാം കഴിച്ച് 2 മാസം കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഷുഗർ നോക്കണം. ഇതിന് GCT എന്ന് പറയും. ഇത് എഗെയിൻ 32 ആഴ്ചയാകുമ്പോൾ വീണ്ടും നോക്കണം. സ്കാനിങ് എപ്പോഴൊക്കെയാ ചെയ്യാം? സ്കാനിങ് ആദ്യത്തെ തവണ നമ്മളത് യൂട്രസിലാണോ പുറത്താണോ എന്ന് അറിയാൻ ഒരു സ്കാൻ ഉണ്ട്. പിന്നെ 3 മാസം ആവുമ്പോൾ കഴുത്തിന്റെ പിന്നിൽ വെള്ളം ഉണ്ടോ നോക്കാനുള്ള ഒരു സ്കാൻ ഉണ്ട്. ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറയും. ആ വെള്ളം അധികമാണെങ്കിൽ കുട്ടിക്ക് മന്ദബുദ്ധി വരാൻ സാധ്യതയുണ്ട്, അതായത് ഡൗൺ സിൻഡ്രോം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ കുട്ടിയുടെ മൂക്ക് നേസൽ ബോൺ സ്കാനിൽ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാണുന്നില്ലെങ്കിൽ അത് മന്ദബുദ്ധിയുള്ള കുട്ടികൾക്ക് മൂക്ക് ചപ്പിയിട്ടല്ലേ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ മൂക്ക് ചപ്പിയ മൂക്ക് നമുക്ക് സ്കാനിൽ കാണില്ല. അപ്പൊ മൂക്ക് കാണുന്നില്ലെങ്കിൽ അപ്പൊ അത് മംഗോളിസത്തിന്റെ ഒരു മാർക്കറാണ്. അപ്പൊ അതാണ് NT സ്കാനിങ്. 5 മാസത്തിലാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്കാൻ ഉള്ളത്. ആ സ്കാനിൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. അംഗവൈകല്യങ്ങള്, കുട്ടിക്ക് ജീവൻ അപകടം ഉണ്ടാവുന്ന അംഗവൈകല്യങ്ങൾ അതിൽ കാണാൻ പറ്റും. പിന്നെ ഒരു സ്കാൻ ഉള്ളത് 28 ആഴ്ചയാകുമ്പോൾ ഡോപ്ലർ സ്കാൻ, കുട്ടിക്ക് രക്തോട്ടം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കുട്ടിയുടെ പൊക്കിൾ കൊടിയിലേക്ക് അമ്മയുടെ അടുത്തുനിന്ന് വരുന്ന രക്തക്കുഴലുകളുടെ കൂടെ രക്തം ഓടുന്നതിന്റെ സ്പീഡാണ് അളക്കുന്നത്. അപ്പൊ നല്ല സ്പീഡിൽ രക്തം പോകണമെന്നുണ്ടെങ്കിൽ അത് അൾട്രാസൗണ്ട് മെഷീൻ പിടിക്കും. സ്പീഡിൽ അല്ലാണ്ട് രക്തം പോകണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായിക്കൂടായില്ല. അപ്പൊ അത് നോക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഡോപ്ലർ സ്കാൻ. അതുണ്ടെങ്കിൽ ആ കുട്ടിയെ ചിലപ്പോൾ പുറത്തെടുക്കണോ അല്ലെങ്കിൽ കുട്ടിക്ക് രക്തോട്ടം കൂടാനുള്ള മരുന്ന് കൊടുക്കണോ എന്നൊക്കെ നോക്കും. അതേപോലെ തന്നെ വേറൊരു ടെസ്റ്റ് ഉള്ളത് ഡബിൾ മാർക്കർ ടെസ്റ്റ്, NIPT, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അത് 3 മാസത്തിലാണ് ചെയ്യുക. NT സ്കാൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ 11 ആഴ്ചയ്ക്കും 13 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ്. PAPP, HCG, ഈ 2 സാധനങ്ങൾ രക്തത്തിൽ നോക്കിയിട്ട് അതും NT സ്കാനിലത്തെ ഫൈൻഡിങ്ങും കൂടിയിട്ടാണ് ഈ കുട്ടിക്ക് റിസ്ക് കൽപ്പിക്കുന്നത്. അപ്പോൾ വെറും NT സ്കാൻ നോക്കിയാൽ 80% ഗ്യാരണ്ടിയാണ് കുട്ടിക്ക് മംഗോളിസ ഇല്ലാന്ന്. പക്ഷേ ഈ ഡബിൾ മാർക്കറും കൂടിയാവുമ്പോൾ 90% ഗ്യാരണ്ടിയാണ്. അപ്പോഴും 100% ഇല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് 90% ഉണ്ട്. അതേപോലെ നോൺ ഇൻവേസീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ രക്തം എടുക്കുന്ന ഒരു ടെസ്റ്റും കൂടിയുണ്ട്. അതിന് 10,000 രൂപയ്ക്കാണ്. അത് കുറച്ചൊക്കെ കുറഞ്ഞിട്ടും കിട്ടും. അതില് കുട്ടിയുടെ രക്തത്തിന്റെ ചെറിയ അംശങ്ങൾ അമ്മയുടെ രക്തത്തിൽ കലർന്നിട്ടുണ്ടാവും. ആ രക്തത്തിന്റെ നോക്കിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് NIPT-യിൽ. ഇതെല്ലാം 3 മാസത്തിന്റെ സമയത്ത് ചെയ്യേണ്ട കാര്യം. പിന്നെ ഈ 3 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 28 വീക്സ് കഴിഞ്ഞു. അവസാനത്തെ മാസം പിന്നെ ഒരു സ്കാൻ ഉണ്ട്, വളർച്ചക്കുറവുണ്ടോ എന്നറിയാം. ചിലപ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറയും ലാസ്റ്റ് മന്തിൽ. അപ്പൊ അങ്ങനെ കുറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി അധികം നേരം കുട്ടിയെ അറ്റം വരെ നോക്കിയിട്ട് പിന്നെ കുട്ടി പോയി എന്ന് പറയുന്നതിനേക്കാളും അവസാനത്തെ മാസം ഒരു സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കുട്ടിയെ പുറത്തെടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. പണ്ടത്തെ പോലെ എപ്പോഴും കൈകൊണ്ട് നോക്കൽ മാത്രമല്ല. പ്രഷർ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അനക്കക്കുറവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് പക്ഷെ ഒരു 7 മാസം മുതൽ ശ്രദ്ധിച്ചാലും മതി. പലപ്പോഴും ഒരു 6 മാസം ആകുമ്പോഴേക്കും അയ്യോ ഡോക്ടറെ അനക്കക്കുറവ് എന്ന് പറഞ്ഞു വരും. അപ്പോഴേക്കൊന്നും അത്രയ്ക്ക് അനക്കക്കുറവ് ഉണ്ടാവാറില്ല. അനക്കക്കുറവ് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താ, കുറെ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ കുറെ പഞ്ചസാര കലക്കി കഴിക്കാം. എന്നിട്ട് അനക്കം കിട്ടുന്നില്ലെങ്കിൽ ഡോക്ടറെ പോയിട്ട് കാണും. കുട്ടിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടി ഉറങ്ങണത് കാരണമാകും അനക്കക്കുറവ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാലും പേടിക്കേണ്ടതില്ല. ഡോക്ടറെ കാണുന്നത് ആദ്യത്തെ 3 മാസത്തിൽ ഒരു തവണ കാണണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്കാൻ ചെയ്തിട്ട് കുട്ടി പുറത്താണോ അകത്താണോ യൂട്രസിന്റെ എന്ന് അറിയണം. NT സ്കാനിന്റെ സമയത്ത് കുട്ടിക്ക് മംഗോളിസ് ഉണ്ടോന്ന് അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ട്. ഒരു 7 മാസം കഴിഞ്ഞാൽ 15 ദിവസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട്. ബിക്കോസ് നമ്മള് ഒരു അവസാനത്തെ മാസം ഞാൻ ഒന്ന് പറഞ്ഞു, ഈ കുട്ടി മലന്ന് കിടക്കുകയാണോ കമന്ന് കിടക്കുകയാണോ നോക്കണം. മലന്ന് കിടക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ മുട്ടുമ്പിൽ നിൽക്കുന്ന ഒരു എക്സസൈസ് ചെയ്ത് അവസാനം ആകുമ്പോഴേക്കത് കമന്ന് കിടക്കും. കമന്ന് കിടക്കുന്ന കുട്ടികളാണ് പുറത്തേക്ക് വരാൻ എളുപ്പം. മലന്ന് കിടക്കുന്ന കുട്ടികളാകുമ്പോൾ പ്രസവ വേദന ഒരുപാട് നേരം എടുക്കും. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. കുട്ടിയുടെ തല ഇറങ്ങിയോ നോക്കാനും ഒക്കെ 2 ആഴ്ച കൂടുമ്പോഴുള്ള ചെക്കപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രഷർ നോക്കണം ആ സമയത്ത്. വളർച്ച
ഗൈഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു സ്കാൻ 5 മാസത്തിൽ ചെയ്ത് പിന്നെ ചെയ്യുന്ന സ്കാൻ 8 മാസത്തിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ 6 മാസത്തിൽ നോക്കുമ്പോഴും വളർച്ച കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ 6 മാസത്തിൽ നമ്മൾ കൈ വെച്ച് നോക്കുന്നിട്ട് പിന്നെ 8 മാസത്തിലേക്ക് നോക്കുമ്പോഴും വളർച്ച ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പൊ വളർച്ച കുറവ് അറിയാനും ഇത് സഹായിക്കും. കുട്ടിയുടെ പൊസിഷൻ അറിയാൻ ഇത് സഹായിക്കും. എക്സസൈസ് പറഞ്ഞു കൊടുക്കാനും എല്ലാം ഇത് ഒരു സഹായമാണ്. അപ്പൊ 2 ആഴ്ച കൂടുമ്പോൾ കാണണം. ഇതിന് പുറമെ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. യൂറിനിലെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിചാരിതമായിട്ട് വരികയാണെങ്കിൽ അത് ഡോക്ടറെ കണ്ടിട്ട് ഒരു സൊല്യൂഷൻ നേടുന്നതിന് തെറ്റില്ല. ഞങ്ങള് ലാസ്റ്റ് മന്തില് കുട്ടി മലന്ന് കിടക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ മുട്ടുകുത്തി നിൽക്കാൻ പറയും കുറച്ചു നേരം കമന്നവരെ. അതല്ലെങ്കിൽ സ്ക്വാറ്റ്സ് നല്ലതാണ്. ചമ്മരം പടിഞ്ഞിരിക്കുന്ന പോലെ ഇരുന്നിട്ട് 2 പാദങ്ങൾ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ ആക്കുന്ന എക്സസൈസ് നല്ലതാണ്. പിന്നെ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ വലിയ ഒരു 8,000 രൂപയുടെയൊക്കെ ബോളിന്റെ മുകളിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ഇതാവുന്നത്. ആ എക്സസൈസിന് പകരം ഞാൻ പേഷ്യൻസിനോട് പറയുന്നത് ഒരു സ്റ്റൂൾ വെച്ചിട്ട് അതിന്മേൽ തലേണ ഇങ്ങനെ പരത്തി വെച്ചിട്ട് കാലിങ്ങനെ ആനപ്പുറത്തിരിക്കുന്ന പോലെ ഇരിക്കുക. അപ്പൊ നമ്മുടെ പെൽവിസ് ഒക്കെ ഇങ്ങനെ അകന്ന് കിട്ടും. അപ്പൊ അങ്ങനത്തെ എക്സസൈസ് നല്ലതാണ്. വെറുതെ നടക്കുന്നതും നല്ലതാണ്. എപ്പോഴും ഇരിക്കരുത്. കുറെ നടക്കുക, ഇങ്ങനത്തെ എണീറ്റ് നിൽക്കുന്ന എക്സസൈസ് ചെയ്യുക. പിന്നെ ചുമരുമ്പിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിന്നിലേക്ക് തള്ളുന്നത് ബാക്ക് പെയിൻ കുറയ്ക്കാൻ നല്ലതാണ്. ഇങ്ങനത്തെ കുറെ എക്സസൈസുകൾ നിങ്ങൾ പറഞ്ഞു.